ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഒരാളോട് പറഞ്ഞു നോക്കിയൊക്കെ എൻ്റെ കൂടെ ചെവിയിൽ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഇത് മുല്ലപ്പൂവാണ്. ഇത് നല്ല മണം കിട്ടാൻ വേണ്ടി വെക്കണതാണ്. ചെമ്പരത്തി പൂ വെക്കണത് വട്ടിനല്ലേ? നമ്മളല്ല ബുദ്ധിയുള്ള ആൾക്കാർ അല്ലേ പൊന്നെ. നമ്മളിത് മണം കിട്ടാൻ വേണ്ടി വെച്ചതാണ് ഗൈസ്. അപ്പോൾ ഒന്ന് നമ്മൾ പോണ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. വഴി കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ പഴയ വീട്ടിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തേ ബൈക്കിലോ? ബൈക്ക് കൺട്രോൾ കയ്യിൽ നിന്ന് പോയതാ? സ്റ്റാൻഡ് പൊട്ടി പറഞ്ഞു. അത് ഇവിടെ പോയതാ? ഇവിടെ നിന്ന് വീണതാ? വീണ് വന്നിട്ട് അല്ല, എന്നോട് പറഞ്ഞു ഇതേപോലെ ബൈക്കിന്റെ സ്റ്റാൻഡ് കേടാണ്. ഞാൻ ബൈക്ക് ഓക്കെ ആണോ ചോദിച്ചാൽ പറഞ്ഞു ബൈക്കിന്റെ സ്റ്റാൻഡ് കേടാണ് പറഞ്ഞു. അപ്പൊ സംഭവം ഇവിടെ ഇതായതാണല്ലേ. എന്നെ പറഞ്ഞു താഴെ വീട്ടിൽ പോയപ്പോ. ഇപ്പൊ പിന്നെ ഇത് കൂടെ അങ്ങനെ വരാറില്ലല്ലോ. മറ്റത് ഇതിൽ കൂടെ തന്നെ ഞങ്ങള് പോവല്. മുന്നേ വാപ്പായൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇത് കൂടെ അല്ലേ പോവല്. അല്ല, മുന്നേ ഇതേപോലെ തന്നെ ഞാനും പിന്നെ നൗഫലും വാപ്പാനെ കൊണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ബൈക്കിൽ ഞങ്ങൾ ഇത് കൂടെ അല്ലേ കൊണ്ടുപോകാറ്. അതോ മഴയത്തൊക്കെ. ഇപ്പം പിന്നെ ഇങ്ങോട്ട് വരാറില്ലല്ലോ. അപ്പോൾ പോണത് ആരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാനുണ്ട്, മുല്ലപ്പൂ വെച്ച എൻ്റെ കുഞ്ഞു സുന്ദരി ഉണ്ട്, പിന്നെ അലഹ സുന്ദരി ഉണ്ട്, ചക്കര ഉണ്ട്, ഉമ്മ ഉണ്ട് കേട്ടോ. ഞങ്ങൾ 5 കൂടിയാണ് വന്നതേ. അപ്പോൾ നമുക്ക് ഞങ്ങളെന്നാൽ ഹാജറ സുന്ദരി ഉണ്ട്, ചക്കര സുന്ദരി ഉണ്ട്, പോരെ ഇനി ചോദിക്കരുത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടോക്കാം ഗൈസ്. നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ കാണിച്ചത് നോക്ക് നിങ്ങൾ. എത്രങ്ങാനും വെള്ളമുള്ള കുളമാണെന്നറിയോ? ഇതാ ആ ടാർപ്പായ കിടക്കണുണ്ടോ? അതിനേക്കാളും വെള്ളം കയറുമല്ലേമ്മ? ഇവിടം വരെ വെള്ളം എത്തുന്നതാണ്. നമുക്ക് എന്തുമാത്രം വെള്ളം വറ്റിയിട്ടുണ്ട്. അമ്മാതിരി ഉണക്കാണ് മക്കളെ, അമ്മാതിരി ഉണക്കാണ്. മയിലുകളൊന്നും ഇല്ലേമ്മ? അപ്പോൾ മയിലുണ്ടെങ്കിൽ വിളിക്കണേക്കാം. എങ്ങനെ മയിൽ വിളിക്കുന്നു? പൂവിടെ? എവിടെ പൂവിടെ? മുല്ലപ്പൂ എവിടെ? പിച്ചിപ്പൂ എവിടെ? വെച്ചതെവിടെ? അവിടെ ഉണ്ടോ? ഗുഡ് ഗുഡ്. ഇത് കൂടെയൊക്കെ വന്നിട്ട് കുറേ ആയേഴ്സ്. എപ്പോഴും ഈ വഴിയിൽ കൂടെ വരുമ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയമൊക്കെയാണ് കേട്ടോ ഓർമ്മ വരണത്. കാരണം ആ സമയത്തൊക്കെ ഈ വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ കല്യാണം കഴിഞ്ഞതും വിരുന്നിന് വരണതും അതൊക്കെ ഓർമ്മ വരണത്. എന്ത് ഷീറ്റിന് മുകളിൽ ആരാള്? ഒരു അതിഥി ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ കിടക്കുന്നുണ്ട്. ചോടും പോയോ റബ്ബേ? അത് ശരി. എന്നാ അടുത്ത പൂച്ച ഇവിടെ ഉണ്ട്. അടുത്ത പൂച്ച അത് കറുപ്പല്ല, വേറെ കളറാണ്. ഇവിടെ ചൂടില്ല കേട്ടോ മക്കളെ, അടിപൊളി. ഇവിടെ ചൂടില്ല. പൂച്ച അതാ കിടക്കണു. അതാ പൂച്ച. എവിടെ പൂച്ച? എവിടെ പിന്നെ പൂച്ച? എന്തിയ പൂച്ച? എവിടെ? അല്ല, പൂച്ച വേണോ? അതാ ഇതൊക്കെ പൂച്ചയൊക്കെ. മമ്മ പൂച്ച എവിടെ? ഇതൊക്കെ മമ്മ പൂച്ച എവിടെ? അമ്മമ്മ പൂച്ച എവിടെ? അതാ പൂച്ച. അതാ. വല്ലാതെ അടുത്തോട്ട് പോകണ്ട, കൈ നീട്ടിയാൽ മാന്തും. വല്ലാതെ അടുത്തോട്ട് പോകണ്ട, കൈ നീട്ടിയാൽ എന്ത് ചെയ്യും? മാന്തും. ഇതൊക്കെ. അലേഹ, എവിടെ പൂച്ച? പൂച്ച എവിടെ? എവിടെ പൂച്ച? മാവു മാവു. എന്നെടുക്ക് ചക്കര. ചാടി ചാടി പോകണത്. അല്ല, എവിടെ അലേഹ പൂച്ച? പൂച്ചക്കുള്ള തീറ്റയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഇതിന് എത്രയമ്മ പൂച്ച തീറ്റ? കിലോ 300 എത്രയല്ലേ ഇനി? എന്താ നല്ല മണമെന്നോ? അതിനാണത് പൂ വെച്ചത്. പൂച്ച തീറ്റ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അടുത്തേക്ക് പോകണ്ടല്ലേ? മാന്തു പൂച്ച. എങ്ങനെ പൂച്ച വിളിക്കണത് എങ്ങനെയല്ലേ? മുന്നേ ഞങ്ങളിവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പൂച്ച വിളിക്കണത്. കാട്ടു നോക്കാം. പൂച്ച പൂച്ച പൂച്ചു. അവിടെ നിന്നാ മതി. അല്ല, അമ്മ അടിച്ചുവാരി പോയത് എന്ന് പറയണത്. അടിച്ചുവാരിട്ടൊന്നും കാര്യമില്ല അമ്മ. ഇല പൊഴിയണ സമയമല്ലേ, ഇല പൊഴിച്ചിലും കാറ്റുമല്ലേ. അപ്പോൾ അടിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ലേ ഇതൊക്കെ ഞാൻ അതാ വന്നപ്പോൾ വേറെ കാര്യം പറഞ്ഞത്, ചൂടില്ല.
ഓ ചൂടില്ല മക്കളെ ഇവിടെ, ഒരു ചൂടുമില്ലമ്മ ഇല്ലേ. എന്താ കാര്യം എന്നറിയോ? അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചുറ്റിനും മരങ്ങള്, ഓ പിന്നെ ഓട്, പിന്നെ കാറ്റ്, നല്ല കാറ്റ് അവിടെ നിന്നുണ്ടാവും. പക്ഷെ സാധാരണ ഇവിടെ ചൂട് കയറേണ്ടതല്ലേ. ഇതാ ആ കാണുന്നതാണ് പാറ, പക്ഷേ ചൂടില്ല ഇവിടെ. അത് അതിന് കൊടുത്തോ? അതിനുണ്ടോ മുട്ടായി ഉണ്ടോ? അത് എന്നാ അത് വാങ്ങിക്കോ, അത് വാങ്ങിക്കോ. എന്ത് ഇതോ? ഈ പറമ്പിൽ കൂടെ ഉള്ളതോ? ഡിസംബർ കുതിരപ്പല്ലല്ലേ ഇത് ഇല്ലേ? എന്താ കിണറിന്റെ പാട്? എന്താ വെള്ളം ഉണ്ടോ? എന്തേ? നല്ല ബക്കറ്റ് തന്നെയാണ്. ബക്കറ്റ് കുഴപ്പമില്ലല്ലോ. എന്നാ ഒരു തൊട്ടി വെള്ളം കുടിച്ചു നോക്കട്ടെ. കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്ന ഒരു സുഖം വേറെയാണ് നോക്കട്ടെ. ഒന്ന് കുടിച്ചു നോക്കട്ടെ. അപ്പോൾ ഒരു തൊട്ടി വെള്ളം കോരിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ. ചെറിയ പൊടി, അത് ഈ കയറിൻ്റെ ഇതിൻ്റെ പൊടിയാണേ, അല്ലാതെ നമുക്ക് ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളി വെള്ളമാണ്. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കട്ടെ. വെള്ളം കുടിച്ച് നോക്കാനൊന്നുമില്ല, വെള്ളം കുടിക്കാൻ വെള്ളത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ നടന്നു വന്നപ്പോൾ ഒരു ദാഹം, അപ്പം എന്ത് ചെയ്തു, കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചെറുതിലേക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ കളിച്ച് വന്നിട്ട് വെള്ളം കുടിക്കും. ദാഹിച്ചിരിക്കുമ്പോൾ അപ്പുറത്തുള്ള വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം കോരി കുടിക്കും. നല്ല തണുപ്പാണ്. ആ വെള്ളത്തിന് പ്രത്യേക രുചിയാണ് ചക്കര, പ്രത്യേക ഒരു ടേസ്റ്റാണ് ആ വെള്ളത്തിന്. ഈ വെള്ളമാണല്ലേ? അവിടുത്തെ കുഴലല്ലേ? അവിടുത്തെ കുഴൽ കിണറല്ലേ? ഏത്? ആ കിണറിൻ്റെത്. ആ എന്റെ മോൻ കഴുകാം. ആദ്യം വെള്ളം കുടിച്ചോ, ആദ്യം ദാഹം മാറ്റിക്കോ. എനിക്കാണോ വെള്ളം വേണോ? എന്താ വേണ്ടേ? ഏത് കൊല്ലത്തുനിന്ന് വന്നിട്ടോ? പച്ചവെള്ളമാണ് മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള സാധനം. നേർച്ചപ്പം കൊടുക്കണ പോലെ കുടിക്കണത് ഇപ്പൊ എല്ലാരും. കുടിച്ചു നോക്കിയേക്ക്, അതിന് വെള്ളം വേണം. ദാഹിച്ചിട്ടുണ്ടാവും. റഹ്മത്താത്തെ ഗൈസ്, മയിലുണ്ട് കേട്ടോ, മയിലുണ്ട്. നമ്മൾ വന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ സംഭവം ഉണ്ട്. ഇതാ കാണിച്ചു തരാം. കണ്ടോ, മയിലുണ്ട്. എനിക്കറിയാം അവിടെ ഉണ്ടാവും, ഉറപ്പാണ്. ഇതാക്ക് ഉണ്ടോ? മറ്റത് ഇവിടെ സ്ഥിരം കാണാറുള്ള കാഴ്ചയാണ്. ഒരുപാട് ഉണ്ടാവാറുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. നിൽക്കണ നോക്ക്, കണ്ടോ? ഉണ്ണിക്കുട്ടേട്ടൻ അതാ പോകുന്നു. ഈ വീട്ടിൽ താമസിക്കുമ്പോഴുള്ള ഇവിടുത്തെ കൂട്ടുകാരാണ് കേട്ടോ ഉണ്ണിക്കുട്ടേട്ടനൊക്കെ. പിന്നെ ഇവിടെ ഒരുപാട് മറ്റേ മരച്ചീനിൻ്റെ കൃഷിയായിരുന്നു. മയിലതാ പോണു, അതാ പോണു, പോണോട്ടോ. അതാ അവിടെ എത്തി, അവിടെ എത്തി, അവിടെ എത്തി. കണ്ടോ? അത് സംഭവം പരിചയമില്ലാത്ത ആൾക്കാർ വന്നാൽ ഇറ്റങ്ങൾ പോകും. പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് മനസ്സിലാകും. അത് മുന്നേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകും. പക്ഷേ പരിചയം ഉള്ള ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പോകുന്നില്ലേ. മഴക്കാലത്താവും ഇവിടെ കാണാൻ കുറച്ചുകൂടി ഭംഗി. കാരണം ഒക്കെ ഫുള്ള് പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് ഇതിൽ കൂടെയൊക്കെ വെള്ളമാവും. പഴയ ആ ഒരു സമയം ഓർമ്മ വരെ തന്നെയാണ്. ഇത് കൂടെ നടന്നു നോക്കാം. അവിടെ ഒരു കുളമുണ്ട് കേട്ടോ. ഇനി അവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ കുളത്തിൽ വെള്ളം ഉണ്ടോ എന്താ അവസ്ഥയൊന്നും അറിയില്ല. നമ്മൾ മുന്നേ വെള്ളമില്ലാത്ത സമയത്തൊക്കെ കുളത്തിൽ കുളിക്കാൻ പോകും. വെള്ളം ഉണ്ടെങ്കിലും പോകാറുണ്ട്. എൻ്റെ വാപ്പയൊക്കെ അവിടെ നിന്ന് കൊല്ലത്തുനിന്നൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, വെറുതെ അപ്പൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പോയി അവിടെ വന്നിട്ട് കുളത്തിലൊക്കെ കുളിക്കും. ഞാൻ കുളിക്കാറുണ്ട്. ഞങ്ങൾ അലക്കാനും കുളിക്കാനൊക്കെ അവിടെ പോകാറുണ്ട്. നല്ല രസമാണ്, നല്ലൊരു വൈബാണ് കേട്ടോ. ഇവിടുള്ളൊരു പ്ലേസാണത്. അപ്പോൾ
നമുക്കിപ്പോൾ അവിടെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്, രസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൻപുറത്തെ കാഴ്ചകളല്ലേ, ഗ്രാമീണ കാഴ്ചകളല്ലേ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടും. നമുക്കിപ്പോൾ ഫുള്ള് ഇങ്ങനെ കാലിയായിട്ട് കരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. പക്ഷെ മഴ ആയാൽ അടിപൊളിയാവും കേട്ടോ. മഴ ആയാൽ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉഷാറാവും. ഇതൊക്കെ കൃഷിയായിരുന്നു, കപ്പ കൃഷിയായിരുന്നു. ആ ഭാഗത്ത് കുറച്ച് പച്ചപ്പ് കാണാനുണ്ട് ഉണ്ടോ, ആ ഭാഗത്ത് പച്ചപ്പ് കാണാനുണ്ട്. ഇവിടെ നിന്ന് ആ ഒരു പറമ്പിൽ നോക്കുമ്പോൾ കുറച്ച് പച്ചപ്പും കുറച്ച് ഹരിതാപമൊക്കെ കാണാനുണ്ട്. ഇതാണ് കേട്ടോ കുളം. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു ഈ കുളത്തിൻ്റെ ഇവിടെ, അത് മുറിച്ചെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കുളം. ആമ്പൽ നിൽക്കുന്ന നോക്കാം കണ്ടോ, ആമ്പലാണ്. അപ്പോൾ ഈ ഒരു കുളത്തിലാണ് ഞങ്ങൾ കുളിക്കാൻ വരുന്നതൊക്കെ. ആരോ കുളിക്കാൻ ഇപ്പോഴും വരാറുണ്ട് കേട്ടോ, ആൾക്കാർ വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ വെള്ളം കുറഞ്ഞു, അവരുടെ ബക്കറ്റും തുണിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതാണ് കുളം കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ അനങ്ങമല കാണാം. മഴയുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കോടമഞ്ഞ് ഇറങ്ങും. നമ്മളേതോ മുന്നത്തെ വ്ളോഗുകളിലൊക്കെ ഉണ്ടാവും കോടമഞ്ഞൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുളിക്കും. ഇതാണ് കേട്ടോ കുളം. മഴ പെയ്താൽ വേഗം നിറയില്ലേ? വേനലിൽ തന്നെയാവും അവസ്ഥ. ഇല്ലല്ലേ, കുളിക്കാനൊന്നും കുഴപ്പമില്ല. അപ്പോൾ കുളിക്കും കഴിവൊക്കെ ചെയ്യാല്ലേ? എന്നാ ആയിക്കോട്ടെ, ഞാൻ ഒക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വന്നതാ. എന്നാ ശരി എന്നാ. അതും ഇവിടെ ഉള്ളൊരു അമ്മയാണ് കേട്ടോ, ഒരു ഏട്ടത്തിയാണ്. ഒക്കെ നമ്മളിവിടെ അറിയാവുന്ന ആൾക്കാർ തന്നെ. വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളെങ്കിലും ഒരുപാട് ആൾക്കാരെ ഇവിടുത്തെ അറിയാം കേട്ടോ. ഇവിടുത്തെ ഈ ചുറ്റുവട്ടത്ത് ഈ പരിസരത്തൊക്കെയുള്ള ഒരുപാട് ആൾക്കാർക്ക് എന്നെ അറിയാം, എനിക്ക് അങ്ങോട്ടും അറിയാം. അതാ അമ്മ ചോദിച്ചത് ആരെ തിരഞ്ഞിട്ട് ആരെങ്കിലും അന്വേഷിച്ച് വന്നതാണോന്ന്. ഞാൻ പറഞ്ഞു അല്ലല്ല, ഇവിടെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തെത്തിയപ്പോഴേ ആൾക്ക് എന്നെ മനസ്സിലായത്. അപ്പോഴും പറഞ്ഞു ഇതാൾ വേറെയാണല്ലേ ചോദിച്ചു. പിന്നെ കുട്ടീൻ്റെ വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ അമ്മ അതാ അവിടെ എന്തോ അലക്കാനൊക്കെ വന്നതാണ്. അപ്പോൾ കുളവും പരിസരമൊക്കെ കണ്ടു. വെള്ളം കുറവെന്നുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അടിപൊളി തന്നെയാണ്. അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ. നമ്മളിവിടെ സൈലൻ്റായിട്ട് നിന്നാലേ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാം. നോക്കി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേ, പീസ്ഫുള്ളായിട്ടുള്ള ശബ്ദങ്ങളാണ്. കണ്ടോ, ഇങ്ങനെ ഓരോ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും. അടിപൊളി. എന്നാലും നമ്മളെ നാട്ടിലൊന്നും ഇത് കേൾക്കാൻ പറ്റില്ല, കാരണം ഫുള്ള് വണ്ടിയും വള്ളവും ഫുള്ള് തിരക്കൊക്കെ ആയിട്ട് വണ്ടീൻ്റെ ഹോണുകളും ശബ്ദങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് റോഡൊക്കെ വിട്ടിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ശബ്ദങ്ങളും കേൾക്കാം. ഇതൊക്കെ ഇങ്ങനെ വൈബ് ആസ്വദിക്കാൻ പറ്റും, അതാണ് കാര്യം. ഇതിൽ മാങ്ങല്ലേ അമ്മ? എവിടെ നിന്നിട്ട് കാണാനില്ലല്ലോ. കുറച്ചൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ. അതാ ഇവിടെയൊക്കെ കുറച്ചൊക്കെ കാണാനുണ്ട്. പാകമാവണേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. എന്നാൽ പോയാലേ നമുക്ക്, നേരെ വൈകി ബാങ്കക്കാരായി. വണ്ടി പോട്ടെ. ബൈ. ഏതാ ചിരി? പീപ്പി അതാണ് ആ സിനിമ തൊട്ടിട്ടുണ്ടല്ലോ അല്ലേ. എൻ്റെ അമ്മ ഓട്ടിയ വണ്ടി തന്നെയാണ് കുഞ്ഞി. ബൈ അല്ലേ. അതൊക്കെ ബൈ. അമ്മമ്മക്ക് ബൈ. രണ്ടാളും കൂടി പോയിക്കോളി എന്നാലേ. കൊണ്ടുപോയിക്കോ, അമ്മമ്മനെ കൊണ്ടുപോയിക്കോ. അമ്മമ്മ എവിടെ പോയി? ഉമ്മച്ചി എവിടെ? ഉമ്മ എവിടെ? പോട്ടെ, വണ്ടി പോട്ടെ. ടാറ്റാ ബൈ. ബയ്യോ. എന്നാ പോരെ, പോവാ നമുക്ക്. ആയോ? ഇനി വരൂല്ലേ റബ്ബേ, പണിയായോ? പീപ്പി തന്നെ.
വാടി പോവാ ഇറങ്ങ് പോരെ പോവാ വായ് വാ തൂങ്ങിക്കോ തൂങ്ങിക്കോ അല്ല പോവാ ടാറ്റ പറയ് ബൈ പറയ് ബൈ പറയ് ബൈ പറയ് ബൈ പറയ് ബൈ ബൈ പോവാ 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 വീട്ടിൽ പോവാ അമ്മമ്മ അതൊക്കെ അവിടെ ഉണ്ട് അമ്മമ്മ അത് അവിടെ ഉണ്ട്